നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിഷുവാശംസകൾ. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാരമുക്കിൽ ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പെരിങ്ങോട്ടുകര മലയാളം സാംസ്കാരിക വേദി വിഷു കിറ്റ് വിതരണം ചെയ്തു. ചളിങ്ങാട് റോഡരികിൽ ഇറക്കിയിട്ടുള്ള പൈപ്പ് അപകട ഭീഷണി ഉയർത്തുന്നു. വിശദമായ വാർത്തകളിലേക്ക്. വാടാനപ്പള്ളി സംസ്ഥാനപാത കാരമുക്കിൽ മാങ്ങാട്ടുകര റോഡിന് സമീപം നിയന്ത്രണം വിട്ട് ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അന്തിക്കാട് ആലിന് കിഴക്ക് കോൾപ്പാടം റോഡിൽ 23 വയസ്സുള്ള പൂക്കാട്ട് അശ്വിൻ, കണ്ടശാങ്കടവ് മാമ്പുള്ളി തയ്യിൽ വിഷ്ണു എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 11:30 അപകടമുണ്ടായത്. യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് മാങ്ങാട്ടുകര സബ് റോഡിന് സമീപം നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് അപകടം. മരണമടഞ്ഞവർ ഒരേ ബൈക്കിൽ യാത്ര ചെയ്തിരുന്നവരാണ്. അപകടത്തിൽപ്പെട്ട ബൈക്ക് മറ്റൊരു സൈക്കിളിലും ഇടിച്ചിരുന്നു. ഇദ്ദേഹത്തിനും നിസ്സാര പരിക്കുണ്ട്. വിഷു ആഘോഷത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾ കണ്ട് മടങ്ങുന്നതിനിടയിലാണ് അപകടം. പരിസരവാസികളും റോഡ് യാത്രക്കാരും ചേർന്ന് ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അശ്വിൻ രാജന്റെയും ഉഷയുടെയും മകനാണ്. തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ഔഷധശാലയിലെ ജീവനക്കാരനാണ്. സഹോദരങ്ങൾ അരുൺ, അശ്വിൻ. ഷാജുവിന്റെയും നിഷയുടെയും മകനാണ് വിഷ്ണു. ഇരട്ട സഹോദരൻ ജിഷ്ണു. കാരമുക്ക് ചിദംബര ക്ഷേത്രം അമ്പലത്തിന്റെ നടപ്പുര നിർമ്മാണ ഫണ്ടിലേക്ക് SNGS സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ 90 ബാച്ച് കൂട്ടായ്മ 32,200 രൂപ സമാജം ഭാരവാഹികളെ ഏൽപ്പിച്ചു. പ്രസ്തുത ചടങ്ങിൽ 90 ബാച്ചിന്റെ ഭാരവാഹികളായ പ്രസിഡന്റ് ശ്രീദേവി, സെക്രട്ടറി ശ്രീജിത്ത്, ട്രഷറർ സിന്ധു, വൈസ് പ്രസിഡന്റ് ഷിനോയ്, ജോയിന്റ് സെക്രട്ടറി ജോഷി കൂടാതെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗിരീഷ്, ദിലീപ്, ബിജു, ടോണി, സമാജം ജനറൽ സെക്രട്ടറി ശശിമാഷ് എന്നിവർ സംസാരിച്ചു. നവീകരണ പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നടപ്പിലാക്കാൻ സാധിച്ചത്. ക്ഷേത്ര നവീകരണത്തിന് പുറമെ ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒരു നടപ്പുര നിർമ്മാണവും നടത്തുകയുണ്ടായി. അതിൻ്റെ സമർപ്പണം പൂർത്തിയായി. അതിലേക്കായി 90 ബാച്ചിലെ വിദ്യാർത്ഥികൾ ഞങ്ങളോട് കാണിച്ച ഈ സന്മനസ്സിനും സഹായത്തിനും ഞങ്ങൾക്കേറെ നന്ദിയും കടപ്പാടുമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ BR അംബേദ്കർ ജന്മദിനാചരണം നടത്തി. പുഷ്പാർച്ചനയോടെ തുടങ്ങിയ ജന്മദിനാചരണം DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡ്രൂ തൊറയൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ മിനി ജോസ്, കോൺഗ്രസ് നേതാക്കളായ MK ചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ KS, പോൾ പുലിക്കോട്ടിൽ, അശോക് കോമത്തുകാട്ടിൽ, സജി തച്ചപ്പുള്ളി, ഡേസി പോൾസൺ, ഷീജ ജോഷി, TV വിജയകുമാർ, രേണുക, റിജു, റീജ ചന്ദ്രൻ, അനിൽകുമാർ ചക്കാണ്ടി എന്നിവർ സംസാരിച്ചു. BKMU കാരമുക്ക് മേഖലാ കമ്മിറ്റി അംബേദ്കർ ദിനം ആചരിച്ചു. BKMU മണ്ഡലം പ്രസിഡന്റ് PV ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി മെമ്പർ വിജയൻ വേളേക്കത്ത്, സുകുമാരി സാബു എന്നിവർ സംസാരിച്ചു. ചളിങ്ങാട് റോഡരികിൽ ഇറക്കിയിട്ടിട്ടുള്ള പൈപ്പ് അപകട ഭീഷണി ഉയർത്തുന്നു. ചളിങ്ങാട് പള്ളിക്ക് സമീപം റോഡിന്റെ ഇരുവശത്തുമായാണ് 500 MMDA പൈപ്പ് മാസങ്ങൾക്ക് മുമ്പ് ഇറക്കിയിട്ടത്. റോഡിന്റെ 2 വശത്തും പൈപ്പ് ഉള്ളതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ പൈപ്പിലിടിച്ച് അപകടം സംഭവിക്കുന്നത് പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസം കാറും ബൈക്കും പൈപ്പിലിടിച്ച് അപകടം സംഭവിച്ചിരുന്നു. കാലഹരണപ്പെട്ട കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് പൈപ്പ് ഇറക്കിയിട്ടുള്ളത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ വെൽഫെയർ പാർട്ടി മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജിലെ ആരോപണ വിധേയരായ അധ്യാപകരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് കൊലക്കുറ്റത്തിന് ജയിലിൽ അടയ്ക്കണമെന്നും പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു.
റഫീഖ് വൈപ്പീസ് അധ്യക്ഷത വഹിച്ചു. റഫീഖ് കാതിക്കോട്, അർഷാദ് മതിലകം, നിഷാദ് മതിൽമൂല, സയ്യിദ്, ഇസ്ഹാഖ് കുട്ടപ്പൻ എന്നിവർ സംസാരിച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ജിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ തെരുവുകൾ കാര്യമായി പ്രതിഷേധങ്ങൾ അലയടിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു കാരണം ഈ സവർണ മാടമ്പി ബോധം നമ്മളുടെ കേരളത്തിന്റെ തെരുവുകളെ കീഴടക്കി കഴിഞ്ഞോ എന്ന് നമുക്ക് ന്യായമായും സംശയിക്കാവുന്നതാണ്. ഈ പിന്നാക്ക വിഭാഗക്കാർ ഇതുപോലെയുള്ള വംശീയവും ജാതീയപരവുമായ വലിയ വിവേചനങ്ങൾക്കിരയായി തീർന്ന് അവർ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ കേരളത്തിന്റെ തെരുവുകൾ മൂകമാകുന്നത്, നിശബ്ദമാകുന്നത്, അത് തെളിയിക്കുന്നത് കേരളം ഒരു ഭ്രാന്താലയം ആകുന്നതിന്റെ ഒരു ലക്ഷണമാണ്. ഇടവേള. വിഷു സദ്യ ഗംഭീരമാക്കണ്ടേ? കണി കണ്ടുണരുന്ന മേടപ്പുലരിയിൽ രുചി പകരാന് ശ്രീവത്സം കാറ്ററിംഗ് ഒരുങ്ങിക്കഴിഞ്ഞു. ഈ വിഷു ശ്രീവത്സം കാറ്ററിംഗിന്റെ മനം മയക്കും രുചിക്കൊപ്പം ആഘോഷിക്കൂ. ഏവർക്കും ശ്രീവത്സം കാറ്ററിംഗിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. തൃപ്രയാറിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. നാട്ടിക ചെമ്മാപ്പള്ളി കടവിന് സമീപം ചുങ്കത്ത് ജോയ്ക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 8:30 ക്ഷേത്രം റോഡിൽ മേൽപ്പാലത്തിനടിയിൽ വച്ചായിരുന്നു അപകടം. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ജോയിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി. പെരിങ്ങോട്ടുകര മലയാളം സാംസ്കാരിക വേദി 100 കുടുംബങ്ങൾക്ക് അരിയും പച്ചക്കറികളും അടങ്ങുന്ന വിഷു കിറ്റ് വിതരണം ചെയ്തു. ചടങ്ങ് രക്ഷാധികാരി ആവടങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. മലയാളം സാംസ്കാരിക വേദിയുടെ സേവന പ്രവർത്തനങ്ങളായിട്ടുള്ള കായികവും കലാപരവുമായിട്ടുള്ള പല വേദികളുണ്ട്. പക്ഷേ ഇതൊരു സേവനത്തിൻ്റെ ഭാഗമായിട്ട് ഓണം വിഷു അവസരങ്ങളിലൊക്കെ കിറ്റുകൾ നമ്മൾ ഇവിടെ വിതരണം ചെയ്യാറുണ്ട്. ഈ വർഷത്തെ നാടിനോടുള്ള പ്രതിബദ്ധത കണക്കിലെടുത്തുകൊണ്ട് മലയാളം സാംസ്കാരിക വേദി ഇവിടെ ഈ നാട്ടിലെ കുറച്ച് പേർക്ക് അരിയും പച്ചക്കറിയും വിതരണം ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു വലിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒത്തുചേരുകയും അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇവിടെ ഈ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയംഗമായിട്ടുള്ള വിഷു ആശംസകൾ നേരുന്നു. പ്രസിഡന്റ് സനൂപ് MS അധ്യക്ഷനായി. രക്ഷാധികാരി സത്യൻ മേലേടത്ത്, സബിത ബൈജു, മജീദ് പോക്കാക്കില്ലത്ത്, KV ഭാസ്കരൻ, കൃഷ്ണൻകുട്ടി, സിജിൽ കുരുവേലി, പ്രവീൺ കാട്ടുങ്ങൽ, ലിൻഡ വിനോദ്, ധന്യ സിജിൽ, ലിൻസി അരുൺ, സുകുമാരൻ, മോഹിത്, സഞ്ജു എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ തുഷാരം കുടുംബശ്രീയുടെ അലോണ JLG അംഗങ്ങൾ കൃഷി ചെയ്ത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വിഷുവിനോടനുബന്ധിച്ച് പഞ്ചായത്തിലെ മികച്ച കർഷക കൂടിയായ മേരി വിൽസന്റെ നേതൃത്വത്തിലുള്ള അലോണ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാസ്റ്ററുടെ കൃഷിയിടത്തിലാണ് കൃഷി ഒരുക്കിയത്. കണിവെള്ളരി, തക്കാളി, വഴുതന, കയ്പ, പച്ചമുളക്, വെണ്ട എന്നിവയാണ് വിളവെടുത്തത്. കൃഷി ഓഫീസർ ലക്ഷ്മി K. മോഹൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണ പദ്ധതി വഴി പച്ചക്കറി കൃഷി പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ട് വ്യക്തിഗതവും അതുപോലെ തന്നെ ഗ്രൂപ്പ് കൃഷിയും ഒരുമിച്ച് ടീച്ചർ ഇതുപോലെ മേരി ടീച്ചർ സ്ഥിരമായി ചെയ്തു വരാറുണ്ട്. അലോണ JLGയുടെ ഭാഗമായിട്ട് ഇവിടെ അതായത് തരിശു കിടന്ന് കുറേ വർഷങ്ങളായി തരിശു കിടന്ന് ഈ ഒരു പ്രദേശത്തെ തന്നെ വളരെ മനോഹരമായ കൃഷിഭൂമിയാക്കി മാറ്റാൻ ടീച്ചർക്കും സംഘത്തിനും സാധിച്ചിട്ടുണ്ട്.
അതിൽ എൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ടീച്ചറെ. തുടർന്നും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാവണം. എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. കാരണം ഒരുപാട് മടിച്ചു നിൽക്കുന്ന പല ഗ്രൂപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ടീച്ചർ പ്രത്യേകിച്ച് എന്ത് തൈ കൊടുത്താലും അത് കൃത്യമായി നല്ല രീതിയിൽ സംരക്ഷിച്ച് കൃത്യമായി പരിപാലിച്ച് അതിൻ്റെ വിളവ് എടുക്കാൻ ടീച്ചർ ശ്രമിക്കാറുണ്ട്. കൃഷി അസിസ്റ്റന്റ് ലിഷ മേരി ടീച്ചർ, സുലേഖ നാസർ, സുബി ഫസൽ, റഷീദ, ജോസ് താടിക്കാരൻ, വിൽസൺ AN എന്നിവർ പങ്കെടുത്തു. ഓണം, വിഷു, ശീത കാലയളവുകളിൽ കൃഷി ചെയ്യുന്ന മേരി വിൽസനെയും സുലേഖ നാസറിനെയും കൃഷി ഓഫീസർ പ്രത്യേകം അഭിനന്ദിച്ചു. എല്ലാവരെയും ചേർത്ത് പറഞ്ഞ എല്ലാവരും എനിക്കൊരു കുടുംബം പോലെയാണ് തോന്നുന്നത്. ഞാനിവിടെ കഴിഞ്ഞ വർഷമാണ് കൃഷി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം വളരെയധികം പ്രയാസം തോന്നി. കാരണം ഭൂമി ഒരിക്കലും അടുത്ത കാലത്തൊന്നും ഒരു കൃഷിയും ചെയ്തിരുന്നില്ല. പിന്നെ മണ്ണ് കുറേ തോമസ് മാഷ പറമ്പാണ്. മാഷ് കുറച്ച് മണ്ണിട്ടതിൻ്റെ ഒരു ബലത്തിലാണ് കൃഷി ആരംഭിച്ചത്. എങ്കിലും കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. മഴക്കാലം വന്നപ്പോഴേക്കും വെള്ളമായി. എന്നാലും പിന്മാറാതെ പരമാവധി നോക്കി. കഴിഞ്ഞ വർഷം ഇതിൽ നിന്ന് വ്യത്യസ്തമായ കുറേ വിളവുകളും കൂടി മത്തൻ, കുമ്പളം, ചുരയ്ക്ക ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം മറ്റ് ചില മേഖലകളിലേക്ക് മാറി. എന്തായാലും വിളവുകൾ മോശമില്ലാതെ തന്നെ കിട്ടി. വേണ്ടത്ര വെയിലും പിന്നെ അടുത്തായതുകൊണ്ട് നനയ്ക്കാനൊന്നും ഒരു പ്രയാസവും തോന്നിയില്ല. പിന്നെ ഞങ്ങളുടെ കുടുംബശ്രീ JLGയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നിരന്തരം കൃഷിയിൽ ഏർപ്പെട്ടിരുന്നവരാണ് ഇതിലെ അംഗങ്ങൾ. കാഞ്ഞാണി തോട്ടുപുര തെറ്റാലിക്കാവ് ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി. തിങ്കളാഴ്ച രാവിലെ മുത്തപ്പന് പത്മകളം, ഉച്ചയ്ക്ക് കരിങ്കുട്ടി സ്വാമിക്ക് രൂപക്കളം എന്നിവ നടത്തി. വൈകിട്ട് നടത്തിയ കലാസന്ധ്യയിൽ അയോധ്യ ടീം കാഞ്ഞാണി അവതരിപ്പിച്ച വീരനാട്യം, മണലൂർ നടരാജയുടെ സംഗീത കച്ചേരി, വിവിധ നൃത്യങ്ങൾ, മോഹിനിയാട്ടം എന്നിവ അരങ്ങേറി. തുടർന്ന് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, തിറവെള്ളാട്ട് വരവേൽപ്പ്, നൃത്തം എന്നിവയും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് സുചിത്ര അനിൽകുമാർ, ഹിമദാസ്, അനർഘ, ശാലിനി ബാബു, ഉഷ ടീച്ചർ, ദേവഗായത്രി, ശോഭ, കമല സുന്ദരൻ, അനിൽകുമാർ മൈസൂർ, ടോണി അഥാണിക്കൽ, രാമദാസ് തോട്ടുപുര എന്നിവർ നേതൃത്വം നൽകി. ശങ്കരൻ കാനനത്തിൽ അവതരിച്ചൊരു വൃക്ഷമായി. അമ്മ നടയിൽ തുള്ളിയടിന്റെ തുള്ളാട്ടം, കളിത്തുള്ളാട്ടം, അല്ലമ്മ ദേവിക്കാലിങ്ങലമ്മത്തി പെൺകൊടിമാരുടെ വീരനാട്ടം. ചെമ്പട്ടെടുത്തമ്മ ചെമ്മയെടുത്തമ്മ ചെഞ്ചയതൂടിയിൽ തുള്ളാട്ടം, ചെമ്പട്ടെടുത്തമ്മ ചെമ്മയെടുത്തമ്മ ചെഞ്ചയതൂടിയിൽ തുള്ളാട്ടം. ചെത്തിപ്പൂവിൻ കുലക്കാട്ടിലിളകുന്ന പോലെ എന്നമ്മയ്ക്ക് തുള്ളാട്ടം. തളിക്കുളം തമ്പാൻകടവ് ടാഗോർ സ്കൂളിന് സമീപം മങ്ങാട്ട് സഞ്ജു ഷാർജയിൽ വെച്ച് അന്തരിച്ചു. 47 വയസ്സായിരുന്നു. അച്ഛൻ ചന്ദ്രൻ, അമ്മ ശോഭന, ഭാര്യ ശ്രീകല, മക്കൾ സ്വാതിക്, സായന്ത്, സായന്തിക, സഹോദരൻ സനീഷ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാരമുക്കിൽ ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പെരിങ്ങോട്ടുകര മലയാളം സാംസ്കാരിക വേദി വിഷു കിറ്റ് വിതരണം ചെയ്തു. ചളിങ്ങാട് റോഡരികിൽ ഇറക്കിയിട്ടുള്ള പൈപ്പ് അപകട ഭീഷണി ഉയർത്തുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.